പ്രവാസികളെ കൊല്ലുന്ന 3 ശീലങ്ങൾ. നിങ്ങൾക്കിത് മാറ്റിയെടുക്കാനും പറ്റും. എങ്ങനെയെന്ന് നോക്കാം. 1, അൺഹെൽത്തി ഹാബിറ്റ്സ്. ഞാൻ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ആദ്യം ഉപേക്ഷിച്ചത് കുക്ക് ചെയ്യുക, സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. കാരണം ഇവിടെ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ സുലഭമായിരുന്നു. പിന്നെ നടക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കാരണം 2 കാറുണ്ട്. അപ്പോൾ എന്തിന് നടക്കണം എന്ന് തോന്നി. അപ്പോൾ എക്സസൈസിങ്ങും ഇല്ലാതെയായി. 2, പ്ലാൻ ബി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കും എന്തിനു പ്ലാൻ ബി എന്ന് ഓർക്കും. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നതാണ്. ഒരു ഹോബിയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചില്ല. ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് 5 ദിവസം ജോലി ചെയ്യും, 2 ദിവസം റെസ്റ്റ് എടുക്കും. ഇങ്ങനെയായിരുന്നു ജീവിതം. സ്വന്തമായിട്ടൊരു ഹോബിയോ സന്തോഷമോ വേറെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. 3, കംഫർട്ട് സോൺ. നല്ല ജോലി, കുഴപ്പമില്ലാത്തൊരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ ഒതുങ്ങിക്കൂടി വേറെ ഒന്നും ചെയ്യാതെ ആയിത്തീരുന്ന ഒരവസ്ഥ. അത് മെൻ്റലും ഇമോഷണലും ആയ നമ്മുടെ ഹെൽത്തിനെ വളരെ ദാരുണമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. 3 ഇതാണ് 3 ഇത് ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് പറയാം. 1, എൻ്റെ ഹെൽത്തി ഹാബിറ്റ്സ് ഇല്ല എന്നുള്ള അറിവ് കൊണ്ട് ഞാനൊരു പരിപാടി ചെയ്തു. ഞാനൊരു മാരത്തോൺ ഓടാമെന്നങ്ങ് തീരുമാനിച്ചു. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഞാൻ ഒത്തിരി നാളുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്ത തീരുമാനമാണത്. അതെൻ്റെ ജീവിതത്തെ മാറ്റി. ഇപ്പോൾ എനിക്ക് ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതൊരു ഹാബിറ്റായി മാറി. എനിക്ക് പ്രത്യേകിച്ച് പ്രഷറൊന്നും വേണ്ട അത് ചെയ്യാനായിട്ട്. 2, ഞാൻ മനസ്സിലാക്കി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജോലിയല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ബുക്ക് വായിക്കാനും പുതിയതായിട്ട് എന്തെങ്കിലും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും ട്രൈ ചെയ്തു. ചിലപ്പോൾ ഗിറ്റാർ വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഓൺട്രപ്രണർഷിപ്പിലേക്ക് തിരിഞ്ഞപ്പോൾ അതിൽ ആവശ്യമായ പല സ്കില്ലുകൾ, അക്കൗണ്ടിങ് തൊട്ട് പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ മനസ്സ് കുറച്ചുകൂടെ എൻഗേജ്ഡായി, കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. 3ാമത്തെ പ്രശ്നം കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ പെട്ട് വലഞ്ഞു പോയൊരു മനുഷ്യനാണ് ഞാൻ. നല്ല ശമ്പളവും ആ ജോലി ജീവിതകാലം മൊത്തം ഉണ്ടാവുമെന്ന് ചിന്തിച്ച് ഇരുന്നപ്പോൾ എൻ്റെ ഹെൽത്ത് ഡിക്ലൈൻ ആയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന്. അവിടുന്ന് ഞാൻ തീരുമാനമെടുത്തു എൻ്റെ ജോലി ഉപേക്ഷിക്കുക എന്നുള്ളത്. ഞാൻ ജോലി ഉപേക്ഷിച്ചു. ഞാനൊരു ഓൺട്രപ്രണറായി. സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്നെ സഹായിച്ചു. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഞാൻ അൺകംഫർട്ട് സോണിൽ വന്നപ്പോഴാണ് എൻ്റെ പഴയ കഴിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയത്. ഞാൻ പഠിക്കാൻ മിടുക്കമായിരുന്നു പണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ കംഫർട്ട് സോണിൽ പെടുത്താൻ ഞാൻ ശ്രമിക്കാറില്ല. നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങൾക്കും ഈ ശീലങ്ങളുണ്ടോ? എങ്കിൽ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്താലോ? ലെറ്റ്സ് ഡു ഇറ്റ്.